അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരിക്കുന്നത് റിലേഷൻ ബിറ്റ്വീൻ സെൽഷ്യസ് സ്കെയിൽ ആൻഡ് ഫാൻ ഹീറ്റ് സ്കെയിൽ. ആ രണ്ട് സ്കെയിൽ റീഡിങ് തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരിക്കുന്നത്. ഓർമ്മ ഉണ്ടാവും, നമ്മൾ C/100 ഈക്വൽ ടു അല്ലെങ്കിൽ TC/100 ഈക്വൽ ടു TF -32/180 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു റിലേഷൻ. ഇതിൽ TC എന്തായിരുന്നു? സെൽഷ്യസ് സ്കെയിൽ റീഡിംഗ് ആണ് TC. TF എന്താ? ഫാൻ ഹീറ്റ് സ്കെയിൽ റീഡിംഗ് ആണ് TF. അപ്പോൾ ഒരു സ്കെയിൽ റീഡിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റേ സ്കെയിൽ റീഡിംഗ് മാറ്റാൻ വേണ്ടി പറ്റും. സെൽഷ്യസ് സ്കെയിലാണ് കിട്ടിയതെങ്കിൽ ഫാൻ ഹീറ്റ് സ്കെയിലിലേക്കും, അതേപോലെ ഫാൻ ഹീറ്റ് സ്കെയിലാണ് കിട്ടിയതെങ്കിൽ തന്നിരിക്കുന്നതെങ്കിൽ സെൽഷ്യസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീഡിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. ഞാൻ കാര്യം ചെയ്യുകയാണ്, ഈ 100 ഇങ്ങോട്ടേക്ക് എടുക്കുകയാണ്. അപ്പം TC ഈക്വൽ ടു 100/180 ഇൻറ്റു TF -32 എന്ന ഒരു ഇക്വേഷൻ അവിടെ വെട്ടിയാൻ. ഓക്കെ, 0 വെട്ടിപ്പോയി. അപ്പോൾ ലാസ്റ്റ് TC ഈക്വൽ ടു നേരെ പകുതിയാക്കാം. അപ്പം 5/9 TF -32 ഇതുമാണ് നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഈ ഇക്വേഷൻ ചെറുതാക്കിയാണിത്. ഓക്കെ, പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യും? ഉപകാരപ്പെടും. ഇതിൻ്റെ കൂടെയുള്ളൊരു പോയിന്റ് കൂടിയാണ്, സെൽഷ്യസ് സ്കെയിലും ഫാൻ ഹീറ്റ് സ്കെയിലും ഒരേ റീഡിങ് കാണിക്കുന്നത് ഏത് വാല്യൂവിലാണ്? ഫാൻ ഹീറ്റ് സ്കെയിൽ കാണിക്കുന്ന റീഡിങ്ങും അതേപോലെ സെൽഷ്യസ് സ്കെയിൽ കാണിക്കുന്ന റീഡിങ്ങും എപ്പോഴാണ്, ഏത് വാല്യൂ വരുന്ന സമയത്താണ് ഒരുപോലെ കാണിക്കുന്നത്? ഓക്കെ, അതിന് ഉത്തരം ഇതാണ്. നമ്മൾ -40 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും -40 ഡിഗ്രി ഫാൻ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. ഓക്കെ, നമുക്ക് വേണമെന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. ഇത് ചെയ്യുന്നറിയോ? TC ഈക്വൽ ടു TF ഈക്വൽ T എന്ന് കൊടുക്കും. എന്താ കാരണം? സെൽഷ്യസ് സ്കെയിലും ഫാൻ ഹീറ്റ് സ്കെയിലും ഒരു റീഡിങ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം എന്തൊരു T, ഇതിന് പകരം TCക്ക് വരാൻ T കൊടുക്കും. T/100 ഈക്വൽ ടു TFന് പകരം ഞാൻ എന്ത് ചെയ്യും? T കൊടുക്കും. അപ്പോൾ T -32/180 എന്ന് കിട്ടും. ഞാൻ ഈ വാല്യൂ ഇങ്ങോട്ട് ഗുണിക്കും, ഈ വാല്യൂ ഇങ്ങോട്ട് ഗുണിക്കും. അപ്പം 180T എന്നല്ലേ വരിക ഇങ്ങോട്ട് ഗുണിച്ചാൽ? ഈക്വൽ ടു 100 ഇങ്ങോട്ട് ഗുണിക്കുക. അപ്പം 100T 100T, ഈ 100 ഇങ്ങോട്ട് ഗുണിക്കണ്ടേ? അപ്പം -3200 കിട്ടും. ഞാൻ കാര്യം ചെയ്യുകയാണ്, ഈ 100T ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പം തരും 180T -100T ഈക്വൽ ടു -3200 എന്ന് കിട്ടി. 180 എന്ന് 100 കുറച്ച് നമുക്ക് എത്ര കിട്ടുക? 80. അപ്പം തരും ലാസ്റ്റ് 80T ഈക്വൽ ടു -3200 എന്ന് കിട്ടും. അല്ലെങ്കിലോ T ഈക്വൽ ടു -3200/80. ഒരു 0 വെട്ടിപ്പോവും. അപ്പം 320/8 അത്ര വരിക, which is equal to 40 എന്ന് പറഞ്ഞാൽ -40. ഓക്കെ, അപ്പം ഇതിൻ്റെ അർത്ഥം എന്താ? -40 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാലും -40 ഡിഗ്രി ഫാൻ ഹീറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടൊന്നാണ്, ഒരേ സാധനം തന്നെയാണ്. രണ്ട് സ്കെയിലും ഒരേ വാല്യൂ കാണുന്നത് -40ലാണ്. ഓക്കെ, ഈ കാര്യം കൂടി അതിൽ കൂട്ടിച്ചേർത്ത് പഠിക്കാം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഈ ടെമ്പറേച്ചർ സ്കെയിലുമായി ബന്ധപ്പെട്ട് നമ്മൾ 3 സ്കെയിലാണ് പറഞ്ഞത്. സെൽഷ്യസ് സ്കെയിൽ, ഫാൻ ഹീറ്റ് സ്കെയിൽ, നമ്മൾ ലാസ്റ്റ് പറയാൻ പോകുന്നത് കെൽവിൻ സ്കെയിലാണ്. ഓക്കെ, കെൽവിൻ സ്കെയിൽ. ഈ കെൽവിൻ സ്കെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് ലോർഡ് കെൽവിൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. ലോർഡ് കെൽവിൻ, അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ ഇങ്ങനെയാണേ. ഒരു ഗ്യാസ് കോൺസ്റ്റൻ്റ് വോളിയത്തിൽ അവൻ്റെ പ്രഷറും ടെമ്പറേച്ചറും എന്തായിരിക്കും? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഒരു ഗ്യാസ് കോൺസ്റ്റൻ്റ് വോളിയത്തിൽ അവൻ്റെ പ്രഷറും ടെമ്പറേച്ചറും എന്തായിരിക്കും? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഈ സാധനങ്ങൾ. എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ ആ ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ത് ചെയ്യും? കൂടും. ടെമ്പറേച്ചർ കുറയുകയാണെങ്കിലോ ആ ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ത് ചെയ്യും? കുറയും. ക്ലിയർ അല്ലേ? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ആ ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ത് ചെയ്യും? കൂടും. ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ ആ ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ത് ചെയ്യും? കുറയും. ഓക്കെ,
നമ്മൾ ഈ കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഞാൻ ഒരു ഭാഗത്തേക്ക് പ്രഷറും മറ്റേ ഭാഗത്തേക്ക് ടെമ്പറേച്ചറും എടുത്തുകൊണ്ട് ഒരു ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ആദ്യം എ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഗ്യാസിൻ്റെ പ്രഷർ ടെമ്പറേച്ചർ ഗ്രാഫ് വരയ്ക്കുകയാണ്. നമുക്കറിയാലോ പ്രഷറും ടെമ്പറേച്ചറും എന്താണ് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ പ്രഷർ കുറയുകയാണ് ചെയ്യും. അപ്പം ഞാൻ എ എന്ന് പറഞ്ഞ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ ഇങ്ങനെ കുറച്ച്, അപ്പം എന്ത് ചെയ്ത് എൻ്റെ പ്രഷറും കുറഞ്ഞു. ഞാൻ വീണ്ടും ടെമ്പറേച്ചർ കുറച്ച്. നമുക്കറിയാലോ ഇത് ടെമ്പറേച്ചർ എടുത്തിരിക്കുന്ന ആക്സ് ആണ്, ഇത് പ്രഷർ എടുത്തിരിക്കുന്ന ആക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ ഉണ്ടാവും, ഇതിൻ്റെ മുകളിലൊക്കെ പ്രഷറിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ടെമ്പറേച്ചർ എടുത്തിരിക്കുന്ന ആക്സിൽ പ്രഷറിൻ്റെ വാല്യൂ 0 ആണ്, അതേപോലെ പ്രഷർ എടുത്തിരിക്കുന്ന ആക്സിൻ്റെ മുകളിൽ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ 0 ആണ്. ഇതൊക്കെ നമുക്കറിയാം, ബേസിക്കായ കുറേ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ടെമ്പറേച്ചർ ഇങ്ങനെ കുറയ്ക്കുകയാണേ. ടെമ്പറേച്ചർ ഇങ്ങനെ കുറയ്ക്കുന്ന സമയത്ത് അവൻ്റെ പ്രഷർ ഇങ്ങനെ കുറഞ്ഞ് വരികയാണ്. അപ്പോൾ ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ പ്രഷറിൻ്റെ വാല്യൂ ഇങ്ങനെ കുറഞ്ഞു. ഇനിയോ 0 ഡിഗ്രി സെൽഷ്യസിലും പ്രഷറിൻ്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ലോർഡ് കെൽവിൻ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ടെമ്പറേച്ചറിൻ്റെ ഒരു ചാർട്ട് ഉണ്ടാക്കി, പ്രഷറിൻ്റെ ഒരു ചാർട്ട് ഉണ്ടാക്കി. ഈ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്നു. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും, പ്രഷർ കുറയുന്നുണ്ട്. അതൊന്നും ചെയ്ത് മറ്റേ ചാർട്ട് അടയാളപ്പെടുത്തി. ഇപ്പോൾ ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കുകയാണ്. അങ്ങനെ വരയ്ക്കുമ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് എത്തിയ സമയത്തും പ്രഷറിൻ്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രഷറിൻ്റെ വാല്യൂ ഉണ്ട്, എന്ന് പറഞ്ഞാൽ ആ ഗ്യാസ് മോളിക്കൂൾ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയോ ഞാൻ വീണ്ടും തണുപ്പിക്കുകയാണ്, ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവരികയാണ്. ഓക്കെ, ഒരു -273.15 ഡിഗ്രി സെൽഷ്യസ് എത്തിയ സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ടെമ്പറേച്ചർ 0 ആയ സമയത്തും പ്രഷറിൻ്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, എന്നാൽ പ്രഷർ വാല്യൂ ഉണ്ട്. വീണ്ടും ഞാൻ ടെമ്പറേച്ചർ കുറയ്ക്കുകയാണ്, തണുപ്പിക്കുകയാണ്. ഞാൻ തണുപ്പിച്ച് ഒരു -273.15 ഡിഗ്രി എത്തിയ സമയത്ത് പ്രഷറിൻ്റെ വാല്യൂ 0 ആയി. ഒന്നുകൂടിയോ, എ എന്ന് പറഞ്ഞ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്ന് ടെമ്പറേച്ചർ 0 ആയ സമയത്തും പ്രഷറിൻ്റെ വാല്യൂ ആ ഗ്യാസിനുണ്ട്, പ്രഷർ ആ ഗ്യാസ് എക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെയോ ഞാൻ വീണ്ടും തണുപ്പിച്ച് -273.15 ഡിഗ്രി സെൽഷ്യസ് എത്തിയ സമയത്ത് ആ പ്രഷറിൻ്റെ വാല്യൂ എന്തായിട്ട് മാറി, 0 ആയിട്ട് മാറി. ഓക്കെ, ഇതേപോലെ ഞാൻ ബി എന്ന് പറയുന്ന ഗ്യാസ്, ഇത് എ എന്ന് പറയുന്ന ഗ്യാസിനെ മാറ്റി വെച്ച് ഇനി ബി ഗ്യാസ് എടുത്ത്. ഓക്കെ, ഈ ബി എന്ന് പറഞ്ഞ ഗ്യാസിൻ്റെ സ്ഥിതി അങ്ങനെ തന്നെയാണ്. ഞാൻ ടെമ്പറേച്ചർ കുറച്ച്, അപ്പം പ്രഷർ കുറഞ്ഞു. ഇനിയോ ടെമ്പറേച്ചർ 0 ആയ സമയത്തും ആ ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. വീണ്ടും ഞാൻ ടെമ്പറേച്ചർ ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്ന് ആ ടെമ്പറേച്ചർ ഇങ്ങനെ കുറച്ച് ഒരു -273.15 എത്തിയ സമയത്ത് ബി എന്ന് പറഞ്ഞ ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്തായിട്ട് മാറി, 0 ആയിട്ട് മാറി. അപ്പോൾ ഈ പോയിന്റ് എന്തോ ഒരു പ്രത്യേകത ഇല്ലേ, -273.15 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ എല്ലാ ഗ്യാസിൻ്റെയും പ്രഷർ എന്തായിട്ട് മാറുന്നു, 0 ആയിട്ട് മാറുന്നു. അപ്പോൾ എന്താ പ്രത്യേകത, എ എന്ന് പറഞ്ഞിരിക്കുന്ന ഗ്യാസിൻ്റെ പ്രഷർ ഈ ടെമ്പറേച്ചർ എത്തിയ സമയത്ത് 0 ആയിട്ട് മാറി. അതേപോലെ ബി എന്ന് പറഞ്ഞ ഗ്യാസിൻ്റെ പ്രഷറും ഈ ടെമ്പറേച്ചർ എത്തിയ സമയത്ത് 0 ആയിട്ട് മാറി. അതുകൊണ്ട് തന്നെ ഈ -273.15 ഡിഗ്രി സെൽഷ്യസിന് നമ്മൾ 0 കെൽവിൻ എന്ന് കൊടുത്തു. 0 കെൽവിൻ എന്ന് കൊടുത്തു. ഈ കാണുന്ന ഗ്യാസിൻ്റെ ഒക്കെ പ്രഷർ 0 ആയിരിക്കുന്ന -273.15 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ വാല്യൂവിന് നമ്മൾ 0 കെൽവിൻ എന്ന് കൊടുത്തു. ഓക്കെ, ഈ സ്കെയിൽ നമ്മൾ കെൽവിൻ സ്കെയിൽ എന്നും അല്ലെങ്കിൽ അബ്സല്യൂട്ട് സ്കെയിൽ എന്നും പറയും. അപ്പോൾ നമ്മളൊക്കെ ഈ പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ 0.15 അങ്ങ് പൊതുവെ ഒഴിവാക്കാറുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പൊതുവെ പറയാം, 0 കെൽവിൻ എന്ന് പറയുകയാണെങ്കിൽ -273 ഡിഗ്രി സെൽഷ്യസ്, ഇങ്ങനെ നമ്മൾ പൊതുവേ പറയാറ്. ഓക്കെ, 0 കെൽവിൻ എന്ന് പറയുകയാണെങ്കിൽ -273 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ 0 കെൽവിൻ വേറൊരു പേരും വിളിക്കാം. നമുക്കറിയാലോ കെൽവിൻ സ്കെയിലിന് വേറൊരു പേരെന്താ, അബ്സല്യൂട്ട് സ്കെയിൽ. അതുകൊണ്ട് തന്നെ 0 കെൽവിന് വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് 0 എന്നും പറയും. ഓക്കെ, 0 കെൽവിൻ്റെ വേറൊരു പേരാണ് മക്കളെ അബ്സല്യൂട്ട് 0. ഈ കാര്യങ്ങളൊക്കെ വളരെ ബേസാണ്, അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു നോക്കുക. ഞാൻ വേറെ പ്രധാനപ്പെട്ട പോയിന്റ് ഇതിലേക്ക് കൂട്ടിച്ചേർത്ത് പറയുകയാണ്. നമ്മൾ 3 സ്കെയിൽ പഠിച്ചല്ലോ. എന്തൊക്കെയാണ് പഠിച്ചത്? ഒന്ന് ഡിഗ്രി സെൽഷ്യസ് സ്കെയിൽ,
അടുത്ത ഡിഗ്രി ഫാൻ ഹീറ്റ് സ്കെയിൽ, ലാസ്റ്റ് പഠിച്ച കെൽവിൻ സ്കെയിൽ. ഈ 3 സ്കെയിൽ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സെൽഷ്യസ് സ്കെയിലിനും ഫാൻ ഹീറ്റ് സ്കെയിലിൻ്റെയും വാല്യൂ നെഗറ്റീവ് വാല്യൂ വരും, മൈനസ് വാല്യൂ നെഗറ്റീവ് വാല്യൂ വരും. പക്ഷേ കെൽവിൻ സ്കെയിലിൻ്റെ വാല്യൂ ഒരിക്കലും നെഗറ്റീവ് വാല്യൂ വരികയില്ല. ഇവിടെ -270 ഡിഗ്രി സെൽഷ്യസ് ആണ് വന്നത്, 0 കെൽവിനാണ് വന്നത്. നമ്മുടെ പോയിന്റ് എന്താ? സെൽഷ്യസ് സ്കെയിലുണ്ട്, ഫാൻ ഹീറ്റ് സ്കെയിലുണ്ട്, കെൽവിൻ സ്കെയിലുണ്ട്. ഇതിൽ സെൽഷ്യസിൻ്റെയും ഫാൻ ഹീറ്റിൻ്റെ ഒക്കെ എന്താണ് റീഡിങ് നെഗറ്റീവ് വാല്യൂ വരും, മൈനസ് വാല്യൂ വരും. പക്ഷേ കെൽവിൻ സ്കെയിലിൻ്റെ വാല്യൂ എന്ത് ചെയ്യില്ല, നെഗറ്റീവ് വാല്യൂ വരാറില്ല. ഈ പോയിന്റും കൂടി അതിൽ കൂട്ടിച്ചേർത്ത് പഠിക്കും. ഓക്കെ.